അതെ കുഞ്ഞമ്മ അതെ അതെ നമ്മളെന്താ അഭിപ്രായം പറയാനല്ലെങ്കിൽ തന്നെ ആ ആ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് നിന്നിട്ട് ആരോട് അധികം ആരോടും അധികം സംസാരിക്കാതെ നിന്നത്. ആ വന്ന എല്ലാരോടും സ്നേഹത്തോടെയൊക്കെ മാവില് അല്ല മാവില്ല ഫ്രിഡ്ജില് പോകുന്നത്. ലച്ചു ഫ്രിഡ്ജിൽ മാവ് എന്തെന്ന് വെച്ചതാ ദോശമാവ്. ആ ലച്ചു ഇവിടെ ഉണ്ട്. ആ അവളിവിടെ അതെന്ന് വെച്ചാലേ അവൾക്ക് ഇവിടെ നിൽക്കണതാ ഇഷ്ടം. ആ അവന് കുഴപ്പമൊന്നുമില്ല, അവളുടെ സന്തോഷമാണ് അവന്റെ സന്തോഷം. അവരൊക്കെ ഭയങ്കര സ്നേഹ, നല്ല വീട്ടുകാരല്ലേ, നല്ല കുടുംബക്കാര്. ഇല്ല ആ ഇല്ലില്ല അവള് ഇവിടെ നിൽക്കുമ്പോ അവരിടയ്ക്ക് ഇങ്ങോട്ട് വരും, ഇവിടെ അവിടെ അങ്ങോട്ട് ഇടയ്ക്ക് പോവും, അവിടെ നിൽക്കും. ആ ഇല്ല കുഞ്ഞമ്മ ആ വരാം അവളെ കൊണ്ട്. ആ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടും, അവര് നമ്മളുടെ കാര്യത്തിൽ ഇടപെടും. ആ ആ ആ വരാം അവളെ കൊണ്ട് ഒരു ദിവസം വരാം അങ്ങോട്ട്. ആ ശരി കുഞ്ഞമ്മ ശരി. എന്തായിരുന്നു കുഞ്ഞമ്മ? അച്ഛൻ നല്ല ദേഷ്യത്തിലാ പോയത്. അതിന്റെ ദേഷ്യം പോക്കറ്റിൽ കൊണ്ടല്ലേ നടക്കണത്, എപ്പോഴെങ്കിലും എടുത്ത് ദേഷ്യപ്പെടാലോ. കുഞ്ഞമ്മ അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചല്ലേ? നിന്നെ കൊണ്ട് എല്ലാം പറഞ്ഞു. നമുക്ക് ദിവസം പോവാട്ടാ, നല്ല സ്ഥലവും വലിയ വീടൊക്കെയാണ്. വെക്കേഷനൊക്കെ ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു, ഇടയ്ക്ക് വെക്കേഷനൊക്കെ അച്ഛൻ അവിടെ കൊണ്ട് നിർത്തും എന്നെ. കേശിച്ചേട്ടൻ തല തട്ടിയാ? എന്തിനാ കേശിച്ചേട്ടൻ തട്ടിയത്? ഓ അവനെങ്ങനെ വിളിച്ചേ? എടാ കേശുവേടാ ഞാൻ ആലോചിക്കാം കേട്ടാ. എന്തിനാടാ കൊച്ചിനെ തട്ടിയത്? കൊച്ചിനെന്തിനാടാ തലക്കെട്ട് തട്ടിയത്? ഓ അമ്മ തലയിൽ ജസ്റ്റ് ഇങ്ങനെ നാക്കിയതേ ഉള്ളു, അതിന് പരാതിയായിട്ട് ഇങ്ങ് വന്നല്ലേ? നീ അതിന് തലയെ തട്ട് മേശരിയാ, കൊച്ചിനെ മേലെ തട്ടരുത് കേട്ടോ. വേനെടുക്കുന്നുണ്ട്, ഈ കണക്കായി പോയി. അമ്മ എന്റെ ബുക്കിൽ കയറി തൊട്ടിട്ടാ അമ്മ. ഓ ചേട്ടന്റെ ബുക്ക് എടുത്താ മോള്? ബുക്കിലൊന്നും തൊട്ടല്ലേ ഉള്ളൂ, അതിന് നീ ഇങ്ങനെ ചെയ്യണോ? വേടക്ക് 2 കമ്പെടുത്തിട്ട് ചന്തയ്ക്ക് 4 തട്ടങ്ങ് തട്ട്. കേശുവാണെങ്കിൽ ലച്ചുവാണെങ്കിൽ കൊള്ളാം, കൊച്ചിനെ എന്തെങ്കിലും ചെയ്താൽ എന്റെ വാങ്ങും കേട്ടല്ല. ആരായാലും ശരി എന്റെ ബുക്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ദൈവത്തെ പോലെ അയ്യോ തുടങ്ങി അവന്റെ പഠന മഹാത്മ്യ ചരിത്രം. എടാ ഇറങ്ങി പോടേ ഒന്ന് പോടേ. ഞാൻ പോണു. എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാല് കേശു കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളു ഈ വീട്ടിൽ തള്ളി മറയ്ക്കാൻ. എന്തേ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ മിണ്ടിയപ്പോ നീ അങ്ങനെ ഇറങ്ങി അങ്ങ് പോയി കളഞ്ഞില്ലേ? ആ എന്തിനങ്ങനെ പോകാൻ പോയത്? കൂടുതൽ ദേഷ്യപ്പെടാൻ നിൽക്കണ്ട നീ. ഞാൻ നിന്റെ മാനേജരാ, അതാലോചിക്കണം. സുഷ്മേ ഒരുപാട് അഹങ്കാരം കൊള്ളില്ല കേട്ടോ. ദൈവമേ സുഷ്മേ ആ വെച്ചിട്ട് പോയാ അവളത് സീരിയസ് ആയിട്ട് എടുക്കണില്ല. എന്ത് പറയാൻ വന്നേ? പറയാൻ സൗകര്യടി, നീ ലോകത്തുള്ള എല്ലാവരും ഫോൺ വിളി, നിന്റെ ഫോൺ വിളിച്ച് നിർത്തി തരാം കേട്ടാ. ഇതെന്തുവാണ് അച്ഛൻ പിന്നെയും കളിപ്പായി. സമയം ഫോണിൽ അവള് ഫോണിൽ കൈവശം തന്നേക്കണം. എനിക്കെന്താ ഫോണിൽ സംസാരിച്ചൂടെ? സംസാരിക്കാം, 24 മണിക്കൂർ ഫോണിൽ തന്നെ. 24 മണിക്കൂർ ഞാൻ ഫോണിലാണെങ്കിൽ 24 മണിക്കൂറുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ചായ ഇടാണ്ട്, ഭക്ഷണം കിട്ടാണ്ട്, ജോലിക്ക് കൊണ്ട്, കുട്ടികളുടെ കാര്യം നോക്കണ്ട്, നിങ്ങളുടെ കാര്യം നോക്കണ്ട്. ഇത്ര നടന്നപ്പോലെ നിങ്ങക്ക്. പിന്നെ ഞാൻ ഫോൺ ചെയ്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നാക്കെന്തിനാ സംസാരിക്കാനുള്ളതല്ലേ? എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നാ മതി ഫോണിൽ തല്ലി പൊട്ടിക്കാനായിട്ട്. സുഷമാൻറ്റിനെ വിളിച്ചതാ. എല്ലാം കണക്കാണ്. നമുക്ക് വേറെ ജോലി ചെയ്യുന്നുണ്ട് വീട്ടില്. അവളെ ഭർത്താവ് ഒരു കോത്തായി ഇതുപോലെയൊക്കെ തന്നെ. ഇതുപോലെയൊക്കെ തന്നെ ബോധമില്ല സംസാരിക്കണേ. അവളുടെ ഭർത്താവ് ഇതുപോലെ കോന്തനൊക്കെ ഇട്ടൊക്കെ തന്നെ, കോന്തനൊക്കെ ഇട്ടൊക്കെ കിടന്ന് ഉരുള തന്നെ. എന്തെങ്കിലും പറയാൻ വന്നാൽ നിനക്ക് ഭയങ്കര അർജന്റ് അല്ലേ? എന്തിപ്പോ പ്രശ്നം? ഇത് പ്രശ്നം എന്നാ നീ ആടെ സംസാരിച്ചോണ്ടത്? ഓ സുഷ്മ എടുത്ത് സംസാരിച്ചതാ? ഓ അത് വേറൊന്നുമല്ല. സുഷ്മ ഉണ്ടല്ലോ ഇന്നലെ ഓഫീസിൽ നിന്ന് ചോദിക്കാതെ നേരത്തെ ഇറങ്ങിപ്പോയി.
അപ്പൊ ഇത് സാർ അറിഞ്ഞിട്ട് സാർ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അപ്പൊ സുഷ്മ എന്നെ വിളിച്ചിട്ട് ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അവളുടെ അടുത്ത് സീരിയസ് ആയിട്ട് സംസാരിച്ചു. അപ്പൊ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോ ഞാൻ അവളടുത്ത് പറഞ്ഞു, ഞാൻ നിന്റെ മാനേജറാണ്, അത് ഓർക്കണമെന്ന് പറഞ്ഞു. അത് അവള് സീരിയസ് ആയിട്ട് എടുത്ത്. തന്നെ ഇത്രേ ഉള്ളൂ. എന്തിനാണ് നീ എവിടെയൊക്കെ തലയെ കയറ്റി വയ്ക്കണത്? അനുഭവിച്ചോ? അതുകൊണ്ട് നേരത്തെ വലിയമ്മ സംസാരിച്ചു. കുഞ്ഞമ്മ എടുത്ത് കുഞ്ഞമ്മ നീനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് വേറെ വിശേഷമൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ വിശേഷമൊക്കെ അവരറിയില്ല, അത് പ്രശ്നമൊന്നുമില്ല. നീ എന്തിനാണ് ഈ കുഴിപ്പുള്ള കാര്യം അടുത്ത് പറയാൻ പോണത്? ഇനി അവരെ സോദനക്ക് അറിയാല്ലേ, എല്ലാം കേൾക്കും. ഒരു പൊതുസേവ ചെല്ലുമ്പോൾ ഈ 4, 8 ആഴ്ച മടങ്ങി ഉള്ളതില്ലാത്തത് പൊടുപ്പ് തൊങ്ങനെ വെച്ച് പറയും. ഇതിനിടെ പന്ന കളിയുടെ സ്വഭാവം നീ എന്തിന് പറയാൻ പോണത്? ഇല്ല, അമ്മൂമ്മ അങ്ങനെ കള്ളൊന്നും പറയാറില്ല. നീ എന്നാടെ അവരെ കണ്ടു തുടങ്ങിയത്? നിനക്ക് മുമ്പ് ഞാൻ അവരെ കണ്ടു കേട്ടാ. നീ 4 വെള്ളിയാഴ്ചയിലായോ കണ്ണൂർ നോക്കുക ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം നന്നായിട്ട്. എൻ്റെ പൊന്നുമക്കളെ ഞാൻ കാര്യം പറയാം. അച്ഛൻ്റെ ബന്ധുക്കളല്ല അമ്മയുടെ ബന്ധുക്കൾ. അത് കറക്റ്റ്. അച്ഛൻ്റെ ബന്ധുക്കളല്ല അമ്മയുടെ ബന്ധുക്കൾ. അമ്മയുടെ കുഞ്ഞമ്മയുടെ സ്വഭാവം വേറെ, അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ സ്വഭാവം വേറെ. അമരവല കുഞ്ഞമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അമരവല കുഞ്ഞമ്മയുടെ അടുത്ത് ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലെന്ന്, ഉദാഹരണമാണ്, ഒരാൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമരവല കുഞ്ഞമ്മ കേട്ട് കഴിയുമ്പോൾ അതുപോലെ അയ്യോ അറിഞ്ഞു അയാൾക്ക് സുഖമില്ലാതെ അയാൾ ചത്ത് അയാളുടെ 16 അടി എന്തോ കഴിഞ്ഞു. എന്താടാ മരിച്ചാരാ? ഇനിയിപ്പോ മരണ വീട്ടിൽ ചേട്ടനെ പറഞ്ഞിടല്ലേ ചാ? യോനാമ ലീവ് കിട്ടുമല്ലോ. അതെ അതെ. ഞാനാ? ആരാണ്? ആര് മരിച്ചാരാ? അത് അച്ഛൻ്റെ ഒരു അകന്ന ബന്ധു. അകന്ന ബന്ധുവാ? ഇത്ര പെട്ടെന്ന് പോകും ഞാൻ വിചാരിച്ചില്ലേ. ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ട്രെയിനിലെ കയറി നീ അവിടെ പോയിട്ട് തിരുവനന്തപുരത്ത് നിന്നിട്ട് അവിടെ നിന്ന് വെള്ളറയുടെ ബസ്സുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നീ രാവിലെ ട്രെയിനിൽ വിട്ടോ. വിട്ടിട്ട് തമ്പാനൂർ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ 2 ബസ് കയറി പറ്റോ. ട്രെയിൻ ബസ്സാ? അല്ല അച്ഛാ, ഈ വെള്ളകടയുള്ള അച്ഛൻ ആരും മരിച്ചത്? അടുത്ത പൊട്ടൽ. എടേ നീയൊക്കെ കേട്ട മതി കേൾക്കാത്ത മതി ഓരോന്ന് പറയല്ലടേ. അപ്പൊ ആരും മരിച്ചില്ലേ? അപ്പൊ ആരും മരിച്ചില്ലേ? വേണേ കൊല്ലടാ, കൊല്ലണോ? ഒന്ന് പോവാച്ചെന്ന്. ഈ പൊട്ടന്മാരുടെ ഇടയൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അടുക്കള ജോലിയുണ്ട്. അടക്കളയിൽ പോയി എന്ന് ഫോൺ ചെയ്തോണ്ടിരി. അതാണ് സമയത്തൊന്നും ആഗ്രഹിച്ച തിന്നാൻ പറ്റാത്തത്. എപ്പോ സമയത്തിനൊന്നും കിട്ടണില്ല. കറക്റ്റ് ടൈമിലെല്ലാം കിട്ടണുണ്ടല്ലോ. ആര് ഫോൺ ചെയ്യണ്? ഞാനധികം ഫോണൊന്നും ചെയ്യാറില്ല. അത് എന്റെ അമ്മ അങ്ങനെ ഫോണും ഈയിടെയായിട്ട് അമ്മയ്ക്ക് തുരുതുരാതെ ഇങ്ങനെ ഫോൺ കോൾസ് വരാറുണ്ട്. അയ്യോ, ചേച്ചിയുടെ ഫോണിൽ ശബ്ദേ ഇല്ല. ഫോണിൽ ആരും വിളിക്കാറുമില്ല. അവൾ അങ്ങോട്ടും വിളിക്കാറില്ല. നിശബ്ദമായ ഫോൺ. അമ്മ ഇനിയിപ്പോ കോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എടുക്കുക, കണ്ടന്റ് മാത്രം പറയാ, കാര്യം പറയാ, കട്ട് അതെ വിട്ട് അനാവശ്യത്തിന് അപ്പുറത്ത് അനാവശ്യമായിട്ട് നമ്മ ഫോൺ കോളും ചെയ്തിട്ടില്ല. ആവശ്യത്തിന് മാത്രം നോക്കുമാ. മോനെ പോരെ.